ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു റിയൽ ടോക്ക് ഇറ്റ് സുമിത്ത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ വീഡിയോ കാണണം. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തോ ആയിക്കോട്ടെ അതൊക്കെ കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യാനും വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് ചെയ്യാനും ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയെന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർക്ക് കുറേ പേർക്ക് ഷെയർ ചെയ്ത് 100% സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ വന്നിരിക്കുന്നത് WCoin എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിൻ്റെ അപ്ഡേറ്റും അതേപോലെ തന്നെ ബ്ലമ്മിൻ്റെ അപ്ഡേറ്റും അതേപോലെ തന്നെ ഒരു ലൂട്ടിൻ്റെ കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ആൾറെഡി ഈ WCoin കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരുപാട് പോയിൻറ്റ്സ് ആയിട്ടുണ്ട്, ഒരുപാട് അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഈ ബൂസ്റ്റർ മേടിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ഒരുപാട് യൂസേഴ്സ് ഉള്ള നല്ല പൊട്ടൻഷ്യലുള്ള പ്രൊജക്റ്റ് തന്നെയാണെന്ന് ഒരു 50% പറയാൻ പറ്റുന്ന പ്രൊജക്റ്റ് തന്നെയാണ് ഈ WCoin എന്ന് പറഞ്ഞ പ്രൊജക്റ്റ്. അപ്പോൾ റീസെൻ്റ്ലി അവർ എന്ത് പറഞ്ഞിട്ടുണ്ട്, അവരുടെ അനൗൺസ്മെൻറ്റ് പേജിലേക്ക് പോയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇത് കാണാം. അപ്പോൾ ബാലൻസ് ബേണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം നടക്കുന്നുണ്ട്. അപ്പോൾ ഏതൊരു ക്രിപ്റ്റോൻ്റെ പ്രൊജക്റ്റ് എടുത്താലും നമുക്ക് എന്താണ് അതിലൊരു ബേണിംഗ് പ്രോസസ്സ് എന്നുള്ളൊരു കാര്യം നടത്തും. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ടോക്കൻ്റെ വാല്യൂ കൂട്ടാനും അതേപോലെ തന്നെ ഈ സപ്ലൈ ഇല്ലെങ്കിൽ ജെന്യൂൻ ആയിട്ടുള്ള പ്ലെയേഴ്സിന് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടാനും അവരുടെ ഇപ്പോൾ ആൾറെഡി ലിസ്റ്റഡ് ആയിട്ടുള്ള കോയിൻസ് പോലും എന്താണ് ബേണിംഗ് പ്രോസസ്സ് എന്നുള്ളൊരു കാര്യം നടത്തും. എന്താണെന്ന് പറഞ്ഞാൽ അൺവാണ്ടഡ് ആയിട്ടുള്ള കുറേ ടോക്കൺ സപ്ലൈ ഒക്കെ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡിമാൻഡ് കൂടുമല്ലോ. അപ്പോൾ ഡിമാൻഡ് കൂടുമ്പോൾ ഇതിൻ്റെ വാല്യൂ കൂടാനുള്ള പല കാര്യങ്ങളും ഈ ബേണിംഗ് പ്രോസസ്സിൽ അവർ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെയുള്ള ഇപ്പോൾ ഈ TGE ഇല്ലെങ്കിൽ ഒരു ലിസ്റ്റിംഗ് ആവാൻ പോകുന്ന ഒരു കോയിനൊക്കെ അടുത്ത സമയം ആവുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രോസസ്സൊക്കെ അവർ ചെയ്യാമെന്ന് നിങ്ങൾക്ക് കുറേ പ്രൊജക്റ്റുകളൊക്കെ കണ്ടിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു പ്രോസസ്സാണ് ഇപ്പോൾ WCoin നടക്കാൻ പോകുന്നത്. നമുക്ക് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് അനൗൺസ്മെൻറ്റ് വായിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ WCoinൻ്റെ കമ്മ്യൂണിറ്റിക്ക് വരുമ്പോൾ ബേണിംഗ് ഈസ് ഹിയർ. അപ്പോൾ നമ്മുടെ അവിടുത്തെ കത്തിക്കൽ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. മേറ്റ്സ് വി ആർ ഇൻട്രൊഡ്യൂസിങ് എ ന്യൂ ഫീച്ചർ ടു സ്ട്രെങ്തൻ WCoin. അപ്പോൾ അവർ പുതിയൊരു ഫീച്ചർ കൊണ്ടുവന്നിരിക്കുകയാണ് WCoinൻ്റെ പവർ കൂട്ടാൻ എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇഫ് യു ആർ ഓഫ്ലൈൻ ഫോർ 3 days 5% ഓഫ് യുവർ ബാലൻസ് വിൽ ബി ബേൺ ഡെയിലി അണ്ടിൽ യു ലോഗ് ബാക്ക് ഇൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ 3 ദിവസം ഇതിൽ എന്താണ് ലോഗിൻ ചെയ്യാതിരിക്കുക ഇല്ലെങ്കിൽ 3 ദിവസം ഓഫ്ലൈൻ ആണ് എന്നുള്ളതാണെങ്കിൽ 5% ഓഫ് നിങ്ങളുടെ ബാലൻസ് നിങ്ങൾ ലോഗിൻ ചെയ്യുന്നത് വരെ എന്താവും ഓരോ ദിവസം ബേൺ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് എന്താണ് കുറേ ഇനാക്റ്റീവ് ആയിട്ടുള്ള യൂസേഴ്സിനൊക്കെ പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ പോയിന്റ്സ് കുറയാനുള്ളൊരു സംഭവമാണ് ഇത് ചെയ്തിരിക്കുന്നത്. ദിസ് എൻഷ്യൂർ ഓൺലി ആക്റ്റീവ് പ്ലെയേഴ്സ് ഷേപ്പ് ദ WCoin എക്കോസിസ്റ്റം. അപ്പോൾ അവർ പറയുകയാണ് ഞങ്ങളുടെ ആക്റ്റീവ് ആയിട്ടുള്ള പ്ലെയേഴ്സിന് മാത്രം കൂടുതൽ പ്രോഫിറ്റ് ഇല്ലെങ്കിൽ അവരിനെയാണ് ഞങ്ങൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇത് വരുമ്പോൾ ഇതിൽ ക്യാഷ് ഇട്ട് കളിച്ചവരൊക്കെ മേ ബി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ കുറച്ച് പെട്ടെന്ന് അങ്ങനെ പോയി എന്ന് പറഞ്ഞാൽ ആ ക്യാഷും പോകുന്ന അവസ്ഥയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് എന്താ ചെയ്യേണ്ടത്, എല്ലാ ദിവസവും ഇതിൽ ആക്റ്റീവായിട്ട് ഇരിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഇൻക്രീസിങ് ഓപ്പർച്യൂണിറ്റി ഫോർ ദം ലിം. അപ്പോൾ ആക്റ്റീവ് പ്ലെയേഴ്സിന് ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് കിട്ടും എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ് ടുഡേ അറ്റ് 00:12 1 മണി അങ്ങനെയൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ 12 ഈ ഒരു UTC ഇന്ന് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സമയമൊക്കെ പറഞ്ഞാൽ തെറ്റിപ്പോകുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു കാര്യം ചെയ്യുന്നത് എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ ടു ഡിസ്ട്രിബ്യൂട്ട് ടോക്കൺ ഓൺലി എമംഗ് ആക്റ്റീവ് പ്ലെയേഴ്സ് ആൻഡ് റീക്ലെയിം ദം ഫ്രം ടു ഇനാക്റ്റീവ് വൺസ്. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് ആക്റ്റീവ് പ്ലെയേഴ്സിന് കൂടുതൽ ടോക്കൺസ് കിട്ടാനും അപ്പോൾ ഇനാക്റ്റീവ് ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് എന്താണ് കൂടുതലായിട്ട് ആക്റ്റീവ് ആവാനുള്ളൊരു സംഭവം കൂടി ചെയ്യണം എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടു റിഡ്യൂസ് ദ ടോട്ടൽ സപ്ലൈ ആൻഡ് ബൂസ്റ്റ് WCoin പ്രൈസ് ഹൈഡ് ഫോർ ദ TGA. പിന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് ഈ ടോട്ടൽ സപ്ലൈൻ്റെ കാര്യം റിഡ്യൂസ് ആവുമല്ലോ. അപ്പോൾ റിഡ്യൂസ് ആവാനും അതേപോലെ തന്നെ TGA ഈ ഒരു ടോക്കൺ ജനറേഷൻ ഇവൻറ്റ് നടക്കാനുള്ളൊരു സമയത്ത് പ്രൈസ് നല്ല രീതിയിൽ തന്നെ കൂട്ടാനുമാണ് ഞങ്ങൾ ഇങ്ങനെയുള്ളൊരു കാര്യം ചെയ്യുന്നത്. അപ്പോൾ ആക്റ്റീവ് ടാപ്സ് ആൻഡ് ടാസ്ക് നൗ മാറ്റേഴ്സ് ഈവൻ മോർ. അപ്പോൾ ആക്റ്റീവ് ടാപ്പ് ചെയ്യുന്നതും ടാസ്കും ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നുണ്ട്. WGalaxy സബ്സ്ക്രൈബർ യു ആർ സേഫ്, നത്തിങ് വറി അബൌട്ട് ഇറ്റ്. അപ്പോൾ ഈ പ്രീമിയം എടുത്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു അങ്ങനെയുള്ളവർക്ക് നഷ്ടമാവുന്നു. അപ്പോൾ അതിനുള്ളൊരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പ്രീമിയം എടുത്തുള്ള അല്ലെങ്കിൽ WCoinൻ്റെ ഒരു ഗാലക്സി സബ്സ്ക്രൈബർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും പേടിക്കാനില്ല എന്നുള്ളൊരു കാര്യം കൂടി അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്റ്റേ ആക്റ്റീവ്, ലെറ്റ്സ് കീപ് ബിൽഡിങ് എ ത്രൈ WCoin കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ എന്താണ് ഇതിൻ്റെ ഈ ഗെയിമിലേക്ക് പോവാം. അപ്പോൾ ഗെയിമിലേക്ക് പോകുമ്പോൾ ബൂസ്റ്റേഴ്സ് എൻഡ് ഇൻ 12 days എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ
അപ്പോൾ ഇനി 12 ദിവസം മാത്രമാണ് ബൂസ്റ്റേഴ്സ് വാങ്ങാനുള്ള നമുക്ക് സമയമുള്ളൂ. എനിക്കൊക്കെ കോയിൻസ് വളരെ കുറവാണ്, ഞാൻ കുറച്ച് സ്റ്റേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു പാസ്സൊന്നും എടുത്തിട്ടില്ല, കിട്ടുന്നത് മതി എന്നുള്ള രീതിയിലാണ് ഞാൻ എന്ത് ചെയ്തത് ഈ ഡബ്ല്യു കോയിനെ കണ്ടിട്ടുള്ളത്. പക്ഷേ നിങ്ങൾക്കൊക്കെ ഒരുപാട് പോയിന്റ്സ് ഉണ്ടാവും, ഒരുപാട് നിങ്ങൾ ആക്റ്റീവ് ആയിട്ടുണ്ടാവും, മില്യൺ കണക്കിന് പോയിന്റ്സ് കുറേ ആൾക്കാർ നമ്മുടെ ടെലിഗ്രാം ചാനലിലും ഗ്രൂപ്പിലും മെമ്പേഴ്സായിട്ട് നമുക്ക് സ്ക്രീൻഷോട്ടൊക്കെ തരുമ്പോൾ എനിക്ക് നല്ല സന്തോഷമുണ്ട്. നല്ല രീതിയിൽ തന്നെ എല്ലാവർക്കും പ്രോഫിറ്റ് കിട്ടട്ടെ എന്ന് ഞാൻ പറയുന്നുണ്ട്. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് ബ്ലമ്മിൻ്റെ അപ്ഡേറ്റ് ആണ്. അപ്പോൾ ബ്ലമ്മിൽ റീസെൻ്റ്ലി ഒരു മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. കുറേ പേര് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്താണെന്ന് പറഞ്ഞാൽ ബ്ലം എല്ലാവരും കളിക്കുന്നതാണല്ലോ, ഒരുപാട് ആൾക്കാർ കളിക്കുന്നതാണ്. അപ്പോൾ ബ്ലമ്മിൻ്റെ റീസെൻ്റ്ലി അനൗൺസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അവർ മീമിഫൈ ആയിട്ട് ഒരു ടാസ്ക് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 0.1 ടോൺ കൊടുത്തിട്ട് അവർക്ക് $7 വരെയാണ് ഒരു റിവാർഡായിട്ട് മീമിഫൈ ടോക്കൺ കൊടുത്തിട്ടുള്ളത്. ഇന്ന് വാല്യൂ ഒക്കെ മീമിഫൈൻ്റെ കുറയും. എന്താണെന്ന് പറഞ്ഞാൽ മേജർ നമുക്ക് പുതിയൊരു ട്രേഡിംഗ് ടോക്കൺ വരികയാണ്. അപ്പോൾ പോപ്പുലാരിറ്റി ഇല്ലെങ്കിൽ പോപ്പുലർ ട്രേഡിംഗ് എന്നുള്ളത് മീമിഫൈൻ്റെ പോയിട്ട് അടുത്ത് ഇപ്പോൾ മേജറിലേക്ക് വരും. അപ്പോൾ എന്തായാലും വാല്യൂ കുറയും. അപ്പോൾ ഇന്നലെ തന്നെ ഇത്തിരി നല്ലൊരു വാല്യൂയിലൊക്കെ സെല്ല് ചെയ്തവർക്ക് ആ പ്രോഫിറ്റെങ്കിലും കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ എന്താണ് അതിൻ്റെ ഇടയിലും വേറൊരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ റീസെൻ്റ്ലി നമ്മുടെ ഒരു ഡ്രോപ്പ് ഗെയിമിൽ എന്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, കുറേ ചറപറ ഫുട്ബോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തിനാണ് ഈ ഫുട്ബോൾ കൊണ്ടുവന്നത്? ഇതിന് വല്ല റിവാർഡ് കിട്ടുമോ, ഇതിന് വല്ല പ്രൈസ് കിട്ടുമോ, ഇതിന് വല്ലത് എന്തെങ്കിലും നമുക്ക് കിട്ടുമോ എന്ന് ചോദിക്കുന്നതിൻ്റെ ഉള്ളൊരു കാരണം കൂടി അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫുട്ബോൾ ഫാം, അപ്പോൾ അങ്ങനെയുള്ളൊരു കൊളാബറേഷനാണ് അവരവിടെ പറഞ്ഞിട്ടുള്ളത്. ബ്ലം ലാബ് ഈസ് അബൌട്ട് ടു ടേക്ക് തിങ്സ് ടു നെക്സ്റ്റ് ലെവൽ ടു എക്സ്ചേഞ്ചിങ് പാർട്ട്ണർഷിപ്പ് ഓഫ് ക്യാപ്റ്റൻ ടുബുസാസാസ് റിവൽസ് എന്ന് പറയുന്ന ഒരു ഇതായിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, പാർട്ട്ണർഷിപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗെറ്റ് റെഡി ഫോർ അമേസിങ് ഫുട്ബോൾ ഇൻസ്പയർ റീഡിസൈൻ ടു ഡ്രോപ്പ് ഗെയിം. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ഡ്രോപ്പ് ഗെയിമിൽ ഞങ്ങൾ ഫുട്ബോൾ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. വെദർ യു ആർ ആൻ അനിമി ഡൈ ഹാർട്ട്, അപ്പോൾ നിങ്ങൾ ഒരു അനിമിൻ്റെ ഫാനൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഹിയർ ഫോർ എ ഫുട്ബോൾ ആക്ഷൻ, ദിസ് ഈസ് ദ കോസ്റ്റ് യു വോണ്ട് വാണ്ട് ടു മിസ്. അപ്പോൾ ഇത് ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത്. അപ്പോൾ കോസ്റ്റ് റിവാർഡ് എന്ന് പറഞ്ഞാൽ ബ്ലം പോയിന്റ്സ് ആണ്. ഡു ദിസ് വിത്തിൻ 3 days ഓഫ് ക്വാളിഫൈ, ജോയിൻ ക്യാപ്റ്റ അവരുടെ ചാനൽ അവർ കൊടുത്തിട്ടുണ്ട്, ട്വിറ്റർ അവർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആ ഗെയിം കൊളാബറേറ്റ് ചെയ്യുക, ആ ഗെയിം കളിക്കാനും കൊടുത്തിട്ടുണ്ട്. വെദർ യു ആർ എ ക്യാപ്റ്റൻ ടുബാസ ഒറിജിനൽ ഓർ ടോട്ടലി ന്യൂ ഇൻ ദ എനിമി, ദി കോസ്റ്റ് സ്റ്റാൻഡ്സ് ടു ബാൾ ഔട്ട് ആൻഡ് മേക്ക് സം അൺഫോർഗറ്റബിൾ മൂവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡോൺ സ്ലീപ്പ് ഓൺ ഇറ്റ്. 999 പോയിന്റ്സ് ഈസിലി നമുക്ക് ഇതിന് ഈ ടാസ്ക് ചെയ്താൽ കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്തത് അവർ പറഞ്ഞിട്ടുള്ള ഈ ഗെയിമിനെ പറ്റിയിട്ടാണ് കുറച്ച് കാര്യങ്ങളൊക്കെ. എന്താണ് നല്ല രീതിയിൽ നല്ല ഗെയിമാണ് അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ. ക്യാപ്റ്റൻ ടുബോസ റിവീൽസ് ഈസ് എക്സൈറ്റിംഗ് ഫുട്ബോൾ പ്രൊജക്ട് ഓൺ ടെലിഗ്രാം വിത്ത് ഫേമസ് മഗായി. അവരൊക്കെ ഓരോരോ ആൾക്കാരുടെ ആ പ്രൊജക്റ്റിൻ്റെ ഒരു ഇതാണ് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ ഡ്രോപ്പ് ഗെയിം കളിച്ചിട്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഉപകാരം ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. എന്താ കാര്യം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവർ കൊളാബറേറ്റ് ചെയ്യുന്നതിന് ഒരു 1000 പോയിന്റ്സ് നിങ്ങൾക്ക് തരുന്നുണ്ട്. എൻ്റെ സ്ട്രീക്കൊക്കെ തെറ്റിക്കിടക്കാണ്, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് എന്താണ് പോയിന്റ്സ് അവർ തരുന്നുണ്ട്. ആ ഒരു പോയിന്റ്സിൻ്റെ ഒരു എന്താണ് കൊളാബറേഷൻ്റെ ഒരു ഇതായിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഇവിടെ ഡ്രോപ്പ് ഗെയിമിൽ കൊണ്ടുവന്നിട്ട് ഫുട്ബോൾ തരുന്നത്. അല്ലാതെ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ഡ്രോപ്പ് ഗെയിം എടുത്ത് കളിച്ചു എന്ന് പറഞ്ഞാലും നമുക്ക് എന്താണ് എക്സ്ട്രാ ഒരു പോയിന്റ്സ് ഒന്നും ഇല്ലെങ്കിൽ എക്സ്ട്രാ ഒരു ഇതൊന്നും കിട്ടുന്നില്ല. ഈ ഒരു പച്ച എടുക്കുന്ന പോലെ തന്നെ ഈ ഒരു ഫുട്ബോൾ എടുത്തു പറഞ്ഞാൽ ഒരു പോയിന്റ്സ് മാത്രമാണ് നമുക്ക് ഇന്ന് കിട്ടുന്നത്. അപ്പോൾ നമുക്കിതിൽ വേറെ വലിയൊരു പർപ്പസ് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇല്ല. മേ ബി ഈ ബ്ലം ലിസ്റ്റ് ആകാൻ പോകുന്നു, TG ഈ കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്നത് എന്തായാലും അടുത്ത വർഷം ആവാനുള്ള പല സാധ്യതകളും അവർ കൊടുക്കുന്നുണ്ട്. അവരിപ്പോഴാണ് ഓരോരോ കൊളാബറേഷനെ തന്നെ എടുക്കുന്നത്. അവരിപ്പോഴും ഒരു TGൻ്റെ അനൗൺസ്മെൻറ്റോ എന്തെങ്കിലും ഒരു ചെറിയ അനൗൺസ്മെൻറ്റ് പോലും നമുക്ക് തരുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ മേ ബി ഇതിനൊരു പൊട്ടൻഷ്യൽ ഉണ്ടാവാം. പക്ഷേ ഇപ്പോൾ എന്തായാലും നോക്കുമ്പോൾ നമുക്ക് ഒരു കാര്യങ്ങളും ഇതിൽ പറയുന്നില്ല. ഇനി ഞാൻ അടുത്ത് പറയാൻ വന്നത് 160 രൂപ ഉണ്ടാക്കേണ്ട കാര്യമാണ്. ഇന്ന് വൈകുന്നേരം ഇല്ലെങ്കിൽ നാളത്തോടെ ആ ഒരു 160 രൂപ നിങ്ങൾക്ക് കിട്ടുന്നതിൻ്റെ ഏഞ്ചൽ വണ്ണിൻ്റെ ലൂട്ട് ക്യാമ്പയിൻ അവസാനിക്കും. നിങ്ങൾ മസ്റ്റായിട്ട് അതിൽ കയറിയിട്ട് എത്രത്തോളം ഉണ്ടാക്കുന്നോ അത് ഉണ്ടാക്കുക. ആൾറെഡി കുറേ പേര് കയറിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്താണെന്ന് പറഞ്ഞാൽ എനിക്കും അതിൽ ചെറിയ പ്രോഫിറ്റ് ഉണ്ട്, നിങ്ങൾക്കും അതേസമയം 160 രൂപ പ്രോഫിറ്റ് ഉണ്ട് എന്ന് എനിക്ക് 100% അറിയാം. അപ്പോൾ എൻ്റെ ടെലിഗ്രാം ചാനലിൽ കയറിയെന്ന് പറഞ്ഞാൽ നാളത്തോടെ അവസാനിക്കാൻ പോകുന്ന കുറച്ച് ലൂട്ട്സ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഒന്ന് കയറിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 160 രൂപ, ഒന്നും പേടിക്കാനില്ല. ഏഞ്ചൽ വണ്ണിൻ്റെ ആപ്പ് പ്ലേ സ്റ്റോറിൽ തന്നെ അവൈലബിൾ ആണ്. അത് നിങ്ങൾ സിപ്പും സ്റ്റോക്കും ഗോൾഡൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ട്രേഡർ ഇല്ലെങ്കിൽ ഒരു ബ്രോക്കറേജ് ആപ്പ് പോലെയുള്ള ഒരു ആപ്പ് തന്നെയാണ് ഏഞ്ചൽ വൺ. അപ്പോൾ ആൾറെഡി ഈ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ കളിക്കുന്നവർക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ
അപ്പോൾ എന്തായാലും ഈ ഒരു ഇങ്ങനെയുള്ള ഒരു ലൂട്ടുകളിലൊക്കെ നിങ്ങൾക്ക് കയറി എന്ന് പറഞ്ഞാൽ സഡൻലി ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് 160 രൂപ കിട്ടും. അപ്പോൾ ഞാൻ ഒരു 3-4 ഇട്ടിട്ടുണ്ട്. ഒന്ന് മാത്രം എയർടെൽ യൂസേഴ്സിനാണ്. അപ്പോൾ ആ ഒരു സ്റ്റെപ്പുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, മസ്റ്റായിട്ട് ഫോളോ ചെയ്തിട്ട് തന്നെ ചെയ്യണം. എന്നാൽ മാത്രമാണ് 160 രൂപ കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ താഴെ ലിങ്ക് കൊടുക്കുക. കയറി എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ നിങ്ങളുടെ UPI ID കൊടുത്തിട്ട് നിങ്ങൾ നേരെ എന്ത് ചെയ്യണം, സബ്മിറ്റ് കൊടുക്കണം. സബ്മിറ്റ് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനാണ് വരിക. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, ആധാർ പാൻ കൊടുത്ത് KYC ചെയ്യുക. അത് മാത്രം ചെയ്താൽ മതി. 1 രൂപ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടും. അത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾ KYC കംപ്ലീറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സഡൻലായിട്ട് 161 രൂപ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതിന് പ്രൂഫ് വേണമെന്നൊക്കെ ചോദിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. എല്ലാ രീതിയിലും നല്ല പ്രോഫിറ്റ് കുറേ പേർക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ലിങ്ക് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്ത് ഉണ്ടാക്കാം. ഇപ്പോൾ എനിക്കാണല്ലോ, ഞാൻ ജനറേറ്റ് ചെയ്തിട്ടാണല്ലോ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ സ്വന്തം ഓൺ റെഫർ ലിങ്ക് ഉണ്ടാക്കാനുള്ള വഴിയും നമുക്ക് എന്താണ് നമ്മുടെ ടെലിഗ്രാം ചാനലിലുണ്ട്. നിങ്ങൾ അതിൽ കയറി നോക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ റെഫർ ലിങ്ക് ഉണ്ടാക്കിയിട്ട് വേറെ ആൾക്കാരനെ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ചാൽ നിങ്ങൾക്ക് 160 രൂപ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും എനിക്കിവിടെ കുറേ 160 രൂപ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ എന്താണ് അവർ ഇൻസ്റ്റൻ്റ് ആയിട്ട് പേയ്മെൻ്റ് ഒക്കെ നടത്തുന്നുണ്ട്. കുറേ പേർക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള പല ലൂട്ടുകളും നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും മസ്റ്റായിട്ട് കയറി നോക്കുക. കയറി നോക്കിയിട്ട് നാളത്തോടെ മറ്റന്നത്തോടെയൊക്കെ 2 ദിവസത്തോടെ ഇതൊക്കെ സ്റ്റോപ്പ് ആവും നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് തന്നെ കയറാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണെന്ന് വിചാരിക്കുന്നുണ്ട്. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.